മെയ്ദിനെ ആ ചെറിയ സ്പാനർ കാത്തിരിക്കായിരുന്നു മെസ്സിനെ. വരും വരില്ലേ വരും. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. ഇതാണ് ആ നഗ്നസത്യം എല്ലാരും മനസ്സിലാക്കിയത്. ഈ പുഷ് മാത്രമേ ഉള്ളൂ. മെസ്സി അർജന്റീന ഒന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. കളി ആര് സംവിധായകൻ ജോഷിയല്ല ചതിച്ചാണ്. വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിന്റെ നടപടി ചെയ്യും. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. ஓதரிக்கு நிறைய கிடைச்சிருக்கு. മെസ്സി ഒന്നും വരാൻ പോണില്ല എന്നുള്ള സൂചന ലഭിച്ചതോടെ കായിക മന്ത്രി ആളാകെ മാറി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ തർക്കിക്കാൻ വരുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മനസ്സിലായി? എന്നോട് വർത്താനം പറയാന് മറ്റേ ഭാഷ മെസ്സിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈബീഡൻ ഗുരുതരമായ അറിയില്ല. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മെസ്സി വരും എല്ലാം സെറ്റാണെന്നൊക്കെ നാടിക്ക് 40 വട്ടം പറഞ്ഞോണ്ടിരുന്നിട്ട് എവിടെയായിരിക്കും പണി പാളിയത്? ജ്യോതിയും വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. കയ്യില് വേറെ ടീമും വേറെ പ്ലാനും ഉണ്ട്. ഇനി നമുക്ക് ആ പ്ലാൻ നോക്കിയാലോ? ഈ അപ്രൂവൽ കിട്ടാത്ത ഒറ്റ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 17-ാം തീയതി 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സത്യമായിട്ട് പറയാം, ഇപ്പോഴും എന്റെ കയ്യിൽ 2 അഗ്രിമെന്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാത്തതാണ്. നിങ്ങൾ പറഞ്ഞ അതും കൂടെ നിങ്ങൾ എന്നെ കളിയാക്കി. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.